ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ലഞ്ചിന് പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. നമുക്ക് എന്നും എന്ത് കറി വെക്കുന്നുള്ളത് വലിയൊരു ടെൻഷനാണല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാമെന്ന്. ഇത് നമ്മൾ സദ്യയ്ക്കും അല്ലാണ്ട് വല്ലപ്പോഴൊക്കെ തന്നെയല്ലേ ഈ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിത് ഉണ്ടാക്കാമെന്ന്. പൈനാപ്പിൾ ഇതുപോലെ പച്ചടിക്കൊക്കെ നമ്മൾ സാധാരണ അരിയുന്നത് പോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഒരു പച്ചമുളക് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലിടുന്നുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ അരക്കില്ലേ, ആ സമയത്ത് ഞാൻ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി. ചിലർ മുളക് പൊടി ഇടുന്നത് കാണാം, ഞാൻ ഇടാറില്ല. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പും ചേർത്തിട്ടാണ് ഇതിപ്പോൾ വേവിച്ചെടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. സിമ്മിലിട്ടിട്ട് വേവിക്കണം. ഈ സമയത്ത് തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സിമ്മിലിട്ടിട്ട് നന്നായിട്ടിത് അടച്ചു വെച്ച് വേവിക്കണം. ഇനി ഇത് ഒരു ഭാഗത്ത് നിന്ന് വേവുന്ന സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഈ അരപ്പ് റെഡിയാക്കി എടുക്കാൻ ഞാൻ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ ജീരകം. അപ്പം ഇത് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടിത് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രീതിയിൽ അരച്ചെടുക്കണം പച്ചടിക്ക്. ഇനി നമുക്ക് ഈ സൈഡിൽ പൈനാപ്പിൾ വെന്തോന്ന് നോക്കാം. വെള്ളമൊക്കെ കുറച്ചുകൂടെ വറ്റി വരാനുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടെ സിമ്മിലിട്ടിട്ട് ഇതൊന്ന് വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഈ സമയത്ത് ഞാനൊരു ചെറിയ പീസ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പൈനാപ്പിൾ വലിയ മധുരമുള്ള പൈനാപ്പിൾ ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ശർക്കര ഇട്ട് കൊടുക്കുന്നത്. നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ ഷുഗറോ ഒന്നും നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നല്ലൊരു മധുരം ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതുപോലെ തേങ്ങ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് സമയമൊന്നും തിളക്കാൻ വേണ്ടി വെക്കരുത്. പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യണം. ഈ ഒരു തിള വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ തൈര് ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ വറുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി റെഡിയായി. ചില ദിവസങ്ങളിലൊക്കെ ഇതുപോലുള്ള കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ നമ്മളെന്നും സാമ്പാറും പുളിശ്ശേരിയും പിന്നെ പരിപ്പും ചേന, പരിപ്പും പച്ചക്കായ അങ്ങനെയൊക്കെയുള്ള കറികളൊക്കെ അല്ലേ എന്നും വെക്കുന്നത്. അപ്പോൾ അതിലൊരു വ്യത്യാസം ഉണ്ടാവും. ഇതിൻ്റെ കൂടെ ഞാനിന്നൊരു ചമ്മന്തി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.